ഈ ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ യുദ്ധം അത് സകല കണക്കൂട്ടലും സാധാരണ യുദ്ധനിരീക്ഷകന്മാരുടെയും മറ്റാളുകളുടെയൊക്കെ സകല കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അനുരണനങ്ങൾ നമ്മളുടെ അതായത് കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഉള്ള നമ്മുടെ അടുക്കളകളിൽ പോലും എന്ത് ചെയ്യാണ് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൂടെയാണ് ലോകം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോഴും മുൻകഴിഞ്ഞു പോയിട്ടുള്ള തലമുറ ഉണ്ടല്ലോ, നമ്മളുടെ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ കഴിഞ്ഞു പോയ ആ ഒരു തലമുറ, അവരുടെ ഒരു കാലഘട്ടം, അവരും സമാനമായ രീതിയിലൂടെ ഇത്തരത്തിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് 1921 ആ കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തികൾക്കെതിരെ നമ്മുടെ പൂർവികന്മാർ നയിച്ചിരുന്ന ആ യുദ്ധത്തിൻ്റെ സാഹചര്യം നമുക്കറിയാം അല്ലേ. അതായത് 1921 മലബാർ സമരം, അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തന്നെ ബ്രിട്ടീഷുകാരുമായി നേരിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ നടത്തിയിട്ടുള്ളൊരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ പൂക്കോട്ടൂർ യുദ്ധം. പൂക്കോട്ടൂർ യുദ്ധം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ, അതായത് വർത്തമാനകാല സാഹചര്യത്തിൽ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അതിനൊന്നും കൂടി ഒരു വീര്യം കൂടാനുണ്ട്. കാരണം സാധാരണക്കാരായ ജനങ്ങൾ അന്നത്തെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ നേരിടുമ്പോൾ അവരുടെ മനസ്സിൽ എന്തായി ഉണ്ടായിരുന്നു? അത് അവരുടെ വരും തലമുറയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. ആ പൂക്കോട്ടൂർ യുദ്ധത്തിൻ്റെ പശ്ചാത്തലവും അല്ലെങ്കിൽ അന്നത്തെ 1921 സമര കാലഘട്ടവും എല്ലാം നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ ഈ യുദ്ധം മാത്രം, ആ ഒരു 1921 ഓഗസ്റ്റിൽ യുദ്ധം നടക്കുന്ന ആ സാഹചര്യം, അതായത് ഈ മലപ്പുറം അല്ലെങ്കിൽ പൂക്കോട്ടൂർ ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തി ആർജിക്കുന്നത് അല്ലെങ്കിൽ അതിന് പൂർണ്ണ രൂപത്തിലേക്ക് എത്തുന്നത് 1921 ജനുവരി മാസത്തിലാണ്. ജനുവരി മാസത്തിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയും അവിടുത്തെ പ്രാദേശിക നേതാവായിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദ്, അദ്ദേഹമാണ് പൂക്കോട്ടൂർ യുദ്ധത്തിന് നേതൃത്വം നൽകിയിരുന്ന വ്യക്തി. അദ്ദേഹം അവിടുത്തെ കർഷകരെ സംഘടിപ്പിച്ചിരുന്ന, കർഷകർക്കിടയിൽ അവരുടെ നേതാവും കൂടിയായിരുന്നു. അപ്പോൾ ഈ കർഷകർ എന്ന് പറയുമ്പോൾ ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗവാക്കായത് അവർ കൂടിയാണ്, സാധാരണ ജനങ്ങളാണ്. അതായത് സാധാരണ പിന്നെ പണിയെടുക്കുന്ന കൂലിപ്പണിക്കാരായിട്ടുള്ള ജനങ്ങൾ അവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ 1921 ഓഗസ്റ്റ് 24-നാണ് ഈ പൂക്കോട്ടൂർ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ തലേ ദിവസം യോഗം ചേർന്നിട്ട് യുദ്ധത്തിൻ്റെ പ്ലാനിങ്ങുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന സാഹചര്യത്തിൽ പല അഭിപ്രായങ്ങൾ രൂപപ്പെടുന്നുണ്ട്. നമ്മളെങ്ങനെ ഈ സായുധ സംഘത്തെ, നിരായുധരായിട്ടുള്ള നമ്മളെങ്ങനെ നേരിടും എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ യുദ്ധത്തിന് പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ സമര പോരാട്ടത്തിന് ഭാഗമാകുന്നതിന് വേണ്ടിയിട്ട് ഹിന്ദുക്കളായിട്ടുള്ള സഹോദരന്മാർ വരുന്നുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ കമ്മിറ്റിയുടെ, അതായത് ഈ സമരവുമായി മുന്നോട്ട് കൊണ്ടുപോയതിൻ്റെ ചുമതല, മാനേജ്മെൻറ്റിൻ്റെ ചുമതല വടക്കേ വീട്ടിൽ മുഹമ്മദിനെ ഖിലാഫത്ത് കമ്മിറ്റി ഏൽപ്പിക്കുന്നു. അദ്ദേഹം ആളുകളെ സംഘടിപ്പിക്കുന്നു, ഇതിൻ്റെ ഒരു പ്ലാനിങ് തയ്യാറാക്കുന്നു. ഇങ്ങനെല്ലാം നടക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഇപ്പോൾ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 50 ഹിന്ദുക്കളായിട്ടുള്ള സഹോദരന്മാർ ഞങ്ങളും ഈ യുദ്ധത്തിന് ഭാഗമാകുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരെ ആയിട്ടുള്ള പട്ടാളക്കാരെ നേരിടുന്നതിന് വേണ്ടി ഞങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ വരുന്നു. ഇത് മുസ്ലിങ്ങളുടെ ഒരു വിഷയമാണ്, മുസ്ലിങ്ങൾ ആണ് സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടത്, അവരുടെ പിന്നെ ഷഹാദത്തിനെ കുറിച്ച് ചർച്ച വരുന്നു. അങ്ങനെ അതുപോലെ തന്നെ അല്ല, ഇതൊരു ഇന്ത്യൻ സമരമാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ്, അതുകൊണ്ട് എല്ലാവർക്കും ഇതിലെ ഭാഗമാകാമെന്നുള്ള ചർച്ചയിൽ വരുന്നു. അങ്ങനെ അന്നത്തെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ടുള്ള കുഞ്ഞിത്തങ്ങളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഇസ്ലാമിക വീക്ഷണവും പണ്ഡിത അഭിപ്രായം അറിയുന്നതിന് വേണ്ടിയിട്ട് ഇവരെ സമീപിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ്, ഇത് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിങ്ങൾക്കോ അല്ലെങ്കിൽ പ്രത്യേക സമുദായത്തിനോ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമല്ല. 1921 ഒരു സമരവും അങ്ങനെയല്ല. 1921 പ്രത്യേകിച്ച് പൂക്കോട്ടൂർ യുദ്ധത്തെടുത്ത് പറയുമ്പോൾ അദ്ദേഹം പൂക്കോട്ടൂർ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിന് മുന്നോടിയായിട്ടാണ് ഈ ചർച്ച വരുന്നതും. അദ്ദേഹം പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ നമ്മൾ തലമുറയ്ക്ക് വേണ്ടിയിട്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബാധ്യതയാണ്, ഇതിലെല്ലാവർക്കും ഒരുപോലെ പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഹിന്ദുക്കളായിട്ടുള്ള സഹോദരന്മാരോട് കൂടി യുദ്ധത്തിൻ്റെ ഭാഗമാകാൻ വരികയാണ്. അതിന് മുന്നോടിയായിട്ടൊരു വിഭാഗം പറഞ്ഞത്
അവർ പിന്നെ ഇസ്ലാം മതം സ്വീകരിക്കുകയാണെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുത്താൽ മതിയെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കാമെന്ന് ഈ പറഞ്ഞ ഈ കൂട്ടരും പറയുന്നുണ്ട്. അപ്പോഴാണ് ഇത് തിരുത്തുന്നതും അതല്ല ഇതിനെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മതം മാറേണ്ടതില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഹിന്ദു മതത്തിൽ നിന്നുകൊണ്ട് തന്നെ യുദ്ധത്തിൽ പങ്കെടുക്കുക. കാരണം ഇതൊരു മതത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടവും എത്തുന്നില്ല, നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണെന്നും അതിലേക്ക് നമ്മളെല്ലാവരും ഒന്നിച്ച് ഇറങ്ങണം എന്നുള്ള പിന്നെ ആഹ്വാനമൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ഈ പൂക്കോട്ടൂർ യുദ്ധത്തിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ള വന്ന ചർച്ചകളും തർക്കങ്ങളൊക്കെ ഇപ്പോൾ പ്രാധാന്യമുണ്ട് എന്നുള്ളതിന് ആണ് ഈ കാര്യം സൂചിപ്പിച്ചത്. അങ്ങനെ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ സംഘടിക്കുന്നു, ഇവർ താല്പര്യം പ്രകടിപ്പിച്ച ഹിന്ദു സഹോദരന്മാർ സംഘടിക്കുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാരെ അവർ നേരിടാൻ 25 ലോറികളിൽ വരുന്ന പട്ടാളം, അതുപോലെ തന്നെ 50-ൽ പരം സൈക്കിൾ ഉപയോഗിച്ചിട്ട് വരുന്ന അന്നത്തെ എല്ലാവിധ ആധുനിക കോപ്പുകളും യുദ്ധക്കോപ്പുകളുമുള്ള അവരെ നേരിടുന്നതിന് വേണ്ടിയിട്ട്, അതായത് പിന്നെ ഇവിടുത്തെ ഈ മലബാർ മേഖലയിലുള്ള സമരങ്ങളൊക്കെ നേരിടുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സൈന്യം വരുമ്പോൾ അതിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ക്യാപ്റ്റൻ മക്കൻറോയുടെ നേതൃത്വത്തിലാണ് ഈ പട്ടാളം കടന്നു വരുന്നത്. അങ്ങനെ ഇവർ നേരത്തെ തയ്യാറാക്കിയിട്ട് മാപ്പിളമാർ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മലബാർ സമര പോരാട്ടത്തിൽ നേതൃത്വം കൊടുത്തിരുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവരൊരു പ്ലാൻ തയ്യാറാക്കിയിരുന്നു. ആ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ ഈ യുദ്ധത്തെ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷെ അതിൽ ഈ പ്ലാൻ തയ്യാറാക്കുമ്പോൾ 2 ആളുകൾ കുറവായിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നൊരു വീഴ്ച ഉണ്ടാവുകയും അങ്ങനെയാണ് ഈ എന്താ പറയുക ഇതൊന്നും കൂടി പിന്നെ കൂടുതൽ ആളുകൾ മരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ ആ യുദ്ധത്തിൽ 239-ൽ പരം ആളുകൾ ഷഹീദായി മരണപ്പെട്ടു എന്നുള്ളതാണ്. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പിന്നെ വലിയൊരു യുദ്ധം എന്ന് പറയുമ്പോൾ ഈ ഒരു മലബാർ സമരവുമായി ബന്ധപ്പെട്ട് വലിയൊരു ഏട് തന്നെയാണ് പൂക്കോട്ടൂർ യുദ്ധം എന്നുള്ളത്. അത് ഈ യുദ്ധ സാഹചര്യത്തിൽ പൂക്കോട്ടൂർ യുദ്ധത്തെ ഓർക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ പൂർവികന്മാർ, നമ്മുടെ വല്യപ്പന്മാർ, നമ്മുടെ വല്യമ്മമാർ അവരുടെ കുടുംബപരമായും അവരുടെ പിന്നെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഈ യുദ്ധത്തിന് ഇറങ്ങുക എന്നുള്ളത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ വലിയ ഒന്നായിരുന്നു. അവർ ഇന്ത്യയുടെ ഭാവി, അതായത് നമ്മുടെ വരും തലമുറയുടെ ഭാവിയാണ് അവർ ആലോചിച്ചത് എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ പൂക്കോട്ടൂർ യുദ്ധം ഒന്നും കൂടി ചർച്ചയാകേണ്ട ഒരു വർത്തമാന സാഹചര്യത്തിലാണ് നാം ഉള്ളത്.